നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ ആൾക്കാർക്ക് റിലയൻസ്, ഇൻഫോസിസ്, TCS അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ ഉടമസ്ഥാവകാശം എങ്ങനെ നേടാൻ കഴിയുമെന്ന്? വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ ഷെയറുകൾ ഉണ്ടെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചൂതാട്ടമാണ്. കാരണം തുടക്കക്കാരായ പലരെയും അലട്ടുന്ന ഒരു വിഷയമാണത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചൂതാട്ടമാണ് എന്നുള്ളത്. അതോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനമാണ്? അതോ വളരെ ചെറിയ സമയം കൊണ്ട് കൂടുതൽ പണം സൃഷ്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായമാണ്? ഇങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങളാണ് സാധാരണക്കാരുടെ ഇടയിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ ഇതുവരെയ്ക്കും ₹1 പോലും എങ്ങും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെന്റും എന്താണെന്ന് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്കൊരു ടീ ഷോപ്പിന്റെ ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക, രാഹുൽ. അവൻ ഒരു ടീ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മൊത്ത ചിലവ് വരുന്നത് ₹1,00,000. ഈ സമയം അവന്റെ കയ്യിൽ 50,000 രൂപയുണ്ട്. അപ്പോൾ അവൻ വന്ന് നിങ്ങളോട് പറയുകയാണ്, എനിക്കൊരു ടീ ഷോപ്പ് തുടങ്ങണം, അതിന് എൻ്റെ കയ്യിൽ 50,000 രൂപയുള്ളൂ, ബാക്കിയുള്ള 50,000 രൂപ നിനക്ക് ഇതിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ടീ ഷോപ്പിന്റെ 50% ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരാം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടീ ഷോപ്പിന്റെ 50% ഉടമസ്ഥാവകാശം രാഹുലിന്റെ കയ്യിലും 50% നിങ്ങളുടെ കയ്യിലുമായിരിക്കും. ഇനി ഭാവിയിൽ ആ ടീ ഷോപ്പ് നല്ല ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ലാഭത്തിന്റെ ഒരു 50% നിങ്ങൾക്കും അതിലൂടെ കിട്ടുന്നതായിരിക്കും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് 100 കോടി രൂപയുടെ മൂല്യമുണ്ടെന്ന് വിചാരിക്കുക. ആ മൊത്തം മൂല്യത്തിനെ അവർ 10 കോടി ഭാഗങ്ങളായി വിഭജിക്കുന്നു. അതിലെ ഓരോ ഭാഗത്തിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഷെയർ വാങ്ങിക്കുന്നതിലൂടെ ആ കമ്പനിയുടെ മൊത്തം മൂല്യത്തിന്റെ നിങ്ങൾ എത്ര ഷെയർ ആണോ വാങ്ങിച്ചിരിക്കുന്നത് അത്രയും ചെറിയ ഭാഗം നിങ്ങൾ സ്വന്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് ആ കമ്പനിയുടെ 100 ഷെയറുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ 200 ഷെയറുകളുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർ ചെറിയ ഉടമസ്ഥാവകാശത്തിന്റെ ആ ചെറിയൊരു ഭാഗം അവർ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ഷെയറിന്റെ രൂപത്തിൽ. ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, എന്തിനാണ് കമ്പനികൾ അതിന്റെ സ്വന്തം ഉടമസ്ഥാവകാശം പൊതുജനങ്ങളിലേക്ക് വിൽക്കുന്നത്? ഇത് വളരെ സിമ്പിളാണ്. കാരണം ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്. കമ്പനികൾക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കാൻ ബാങ്കുകളിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ കഴിയും. ലോൺ എടുക്കുന്ന കൂടാതെ ഒരു കമ്പനി ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിന്റെ ഉടമസ്ഥാവകാശം പൊതുജനങ്ങളിലേക്ക് കൊടുത്തു അതിൽ നിന്നും ക്യാപിറ്റൽ സ്വരൂപിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് പൊതുജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് എന്തിനൊക്കെയാണ് ക്യാപിറ്റലിന്റെ ആവശ്യം വരുന്നത്? അതിന്റെ ബിസിനസിനെ വളർത്തുന്നതിന് ക്യാപിറ്റലിന്റെ ആവശ്യം വരും. അതുപോലെ തന്നെ പുതിയ ഫാക്ടറികൾ തുടങ്ങുന്നതിന് ക്യാപിറ്റലിന്റെ ആവശ്യം വരും. പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നതിന് ക്യാപിറ്റലിന്റെ ആവശ്യം. അങ്ങനെ പല വിധത്തിലുള്ള ആവശ്യങ്ങളാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇങ്ങനെ കമ്പനികൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പൊതുവെ IPO എന്ന് പറയുന്നത്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. IPO കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ആ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനും വിൽക്കാനും കഴിയുന്നതാണ്. ഇനിയുള്ള ഒരു ചോദ്യമാണ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കുകളെ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ള ഒരു കമ്പോളമാണ്, ഒരു ചന്തയാണ്, മാർക്കറ്റാണ്. മാർക്കറ്റിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഓൺലൈൻ മാർക്കറ്റ് പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും ഇല്ലേ, ഫ്ലിപ്കാർട്ടും പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. നമുക്ക് ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ പോയി ഓർഡർ ചെയ്യുന്നു. അത് 1, 2, 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് സാധനം വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ സാധനങ്ങൾക്ക് പകരം വിൽക്കുകയും വാങ്ങിക്കപ്പെടുകയും ചെയ്യുന്നത് സ്റ്റോക്കുകളാണ്, കമ്പനികളുടെ ഷെയറുകളാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്, NSEയും BSE. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 എക്സ്ചേഞ്ചുകളിലൂടെയാണ് നമ്മൾ സ്റ്റോക്കുകളെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിലൂടെ നമ്മൾ പൈസ സമ്പാദിക്കുന്നത്, പൈസ ഏൺ ചെയ്യുന്നത്? ഇതിന് പൊതുവെ 2 രീതിയാണുള്ളത്, 2 മാർഗങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് ഞാൻ 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, അതിന് ഒരു 2-3 വർഷത്തേക്ക് ഞാൻ ഹോൾഡ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിന്റെ വില 150 ആകുമ്പോൾ ഞാൻ വിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഷെയറിന്റെ പുറത്ത് 50 രൂപ ലാഭത്തിൽ ഞാൻ അതിനെ വിൽക്കുന്നു. ഇതാണ് ഒരു രീതി. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ വാർഷികത്തിലുള്ള അതിന്റെ മൊത്തത്തിലുള്ള ലാഭം കണക്ക് കൂട്ടിയിട്ട് ആ ലാഭത്തിന്റെ ഒരു പ്രത്യേക ഒരു ശതമാനം തുക
സ്റ്റോക്ക് ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതായത് ഇപ്പം ഇൻഫോസിസ് എടുക്കുകയാണെന്നിരിക്കട്ടെ, ഇൻഫോസിസ് ഇപ്പോൾ തീരുമാനിക്കുവാണ് നമുക്ക് ഇത്ര കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്, അതിൽ നിന്നും ഇത്ര കോടി രൂപ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുവാണ്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാളിന് 5 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ 100 ഷെയർ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 500 രൂപ ഡിവിഡൻഡ് ഇല്ലാണ്ട് കിട്ടും. ഇങ്ങനെ 2 രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ആളുകൾ സാധാരണ പണം സമ്പാദിക്കുന്നത്. ഇനി പല തുടക്കക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഷെയറുകളുടെ വില എന്തുകൊണ്ടാണ് മാറുന്നത്? അതായത് ഒരു ഷെയറുകളുടെ വില എപ്പോഴും മുകളിലോട്ടും താഴോട്ടും മാറിക്കൊണ്ടിരിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്? ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്മാർട്ട് ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് എന്താണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്? ആ സ്മാർട്ട് ഫോണിന്റെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൈസും കൂടാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നത്. ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ വില വർദ്ധിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഒരുപാട് പേര് ആ സ്റ്റോക്ക് വിൽക്കാൻ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലോ അതിന്റെ വില കുറയും, ഇടിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടായി, അല്ലെ ഈ സ്റ്റോക്കിന്റെ വില ഇടിഞ്ഞു, അല്ലെ ഈ സ്റ്റോക്കിന്റെ വില കൂടി എന്നൊക്കെ പറയുന്നതിന് കാരണം ഡിമാൻഡിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് ഷെയറുകളുടെ വിലയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ലാഭം, കമ്പനിയുടെ പ്രോഫിറ്റ്. ഒരു കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു വർഷം അല്ലെ ഒരു ക്വാർട്ടറിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് കമ്പനിയുടെ വിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടെന്ന് ബിസിനസിന്റെ വളർച്ച. ആ കമ്പനി എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ കമ്പനിയുടെ ആ ബിസിനസിന്റെ ഓവറോൾ ഒരു വളർച്ച ഉണ്ടല്ലോ, ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഈ വർഷം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വില വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഘടകമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, എക്കണോമിക്കൽ കണ്ടീഷൻ ഓഫ് എ കൺട്രി. ഇതിനകത്ത് പ്രധാനമായിട്ടും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ മാക്രോ എക്കണോമിക് ഡേറ്റ ആയിരിക്കും അതിനകത്ത് വരുന്നത്. GDP, ഇൻഫ്ലേഷൻ റേറ്റ്, ഇങ്ങനെയുള്ള മാക്രോ എക്കണോമിക് ഡേറ്റകളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത ഘടകമാണ് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളും സംഭവങ്ങളും. അതായത് നല്ല വാർത്തയാണ് വരുന്നത്, നല്ല ന്യൂസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് മുകളിലേക്ക് പോകും. ഇനി അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അവസാനം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് ആണ്. അതായത് നിക്ഷേപകരുടെ മനോഭാവം. ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ കുറിച്ചും ആ കമ്പനി ചെയ്യുന്ന ബിസിനസിനെ കുറിച്ചും അതിന്റെ ഭാവിയിലുള്ള വളർച്ചയെ കുറിച്ചും എന്താണ് ഒരു ഇൻവെസ്റ്റർ സമൂഹം ചിന്തിക്കുന്നത്. ഇതിനെയാണ് ഓവറോൾ ഒരു ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. ഇനി പല തുടക്കക്കാർക്കുമുള്ള ഒരു സംശയമാണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചൂതാട്ടമാണോ? ഈ ഒരു സംശയമാണ് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ. ചൂതാട്ടമല്ല. കാരണം ചൂതാട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാഗ്യ പരീക്ഷണം നടത്താൻ വേണ്ടിയല്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കമ്പനിയുടെ പ്രകടനത്തെ വിശകലനം ചെയ്യുന്നു, അതിനുശേഷം അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുന്നു, അതിന്റെ ദീർഘകാലത്തിലുള്ള അതിന്റെ വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ചൂതാട്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മൊത്തം ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചൂതാട്ടം ചെയ്യുകയാണെന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു, ഛത്തീസ്ഗഡിലുള്ള. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പരിപാടിയായിട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയ്യോ സ്റ്റോക്ക് മാർക്കറ്റ് ആണോ, അയ്യോ അതിനകത്ത് ഇടല്ലേ, അത് ചൂതാട്ടമാണ്, അതിലിട്ട് കഴിഞ്ഞാൽ പൈസ പോകും. ഞാൻ ചോദിച്ചെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഞാൻ അതിനകത്തുകൊണ്ട് പൈസ ഇട്ടു. ഞാൻ അതിൽ പൈസ ഇട്ട് അന്ന് തൊട്ട് അതിന്റെ വില താഴോട്ട് വരാൻ തുടങ്ങി. അത് ഒരു പ്രാവശ്യം മാത്രമല്ല, പല പ്രാവശ്യം ഇങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ ഏത് കമ്പനിയിലാണോ കൊണ്ടുവന്ന പൈസ ഇടുന്നത് ആ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് ഇടിഞ്ഞ് താഴേക്ക് പോവുകയാണ്. ഇതുവരെയ്ക്കും അത് മുകളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ കൊണ്ട് പൈസ ഇടിക്കാൻ വേണ്ടി അവരിങ്ങനെ പ്രൈസ് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ പൈസ ഇട്ട് കഴിയുമ്പോൾ അവരതിനെ താഴോട്ട് കൊണ്ടുവന്ന് അവരതിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾക്ക് അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം നിങ്ങൾ ആ കമ്പനിയുടെ ഫണ്ടമെന്റലി ഉള്ള ഡേറ്റയെ പഠിക്കുകയോ എന്താണോ ആ കമ്പനി ചെയ്യുന്നതെന്നുള്ള വ്യക്തമായ ധാരണ ഇല്ലാതെയാണ് അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ
നഷ്ടം സംഭവിച്ചെന്ന് മനസ്സിലാക്കി. ഇനി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചതെന്നുള്ളത് ഒന്ന് നമുക്ക് സമ്മപ്പ് ചെയ്തു നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് ഷെയർ എന്നത് ഒരു കമ്പനിയുടെ ഉടമസ്ഥ അവകാശമാണ്. കമ്പനികൾ വളരാൻ കമ്പനികൾക്ക് പണം ആവശ്യമുണ്ടോ അതിനുവേണ്ടി കമ്പനികൾ ഷെയർ പൊതുജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നിക്ഷേപകർക്ക് വിലയിലുണ്ടാവുന്ന വർധനവിലൂടെയും അതുപോലെ തന്നെ ഡിവിഡൻഡിലൂടെയും ലാഭം നേടാൻ കഴിയും. അതുപോലെ തന്നെ അറിവോടെയും ക്ഷമയോടെയും നമ്മൾ കാത്തിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.